എയർപോർട്ട് കണ്ടുപിടിച്ചവൻ ഭയങ്കര കുറുക്കനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ജോലി അന്വേഷിച്ചിട്ട് കുറേ അങ്ങോട്ട് പോകാണല്ലോ. അവർ പോകുന്നത് ഏത് ഫ്ലൈറ്റിലാണ്? അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് വരുന്ന ഫ്ലൈറ്റിലേക്കാണ്. നമ്മൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ പൈലറ്റാ പോണ പോക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ബഹുമാനം തോന്നും. വൈറ്റ് ഷർട്ട്, നാവി ബ്ലൂ പാന്റ്, തൊപ്പി, ഹെയർ മറ്റേ ഷെയ്ഡ്, ഇവിടെ ഒരു ഫ്ലാപ്പ്, ഒരു ട്രോളി ബാഗ്. നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ പോണ വണ്ടിയുടെ ഡ്രൈവറാണോ അവൻ? എയർ ഹോസ്റ്റസ്മാർ എന്താ അവരുടെ പണി? നമ്മൾ സ്വിച്ച് ഇട്ട് അവള് വരണം, ടിങ് ഡോങ്, ഫോളോ ഒന്നും ചെയ്യും. ഹൗ കൻ ഐ ഹെൽപ്പ് യു? വെള്ളം. പക്ഷെ അവർ പോകുമ്പോൾ നമ്മൾ പൊക്കോളൂ. ദാറ്റ് ഈസ് കോൾഡ് പ്രൊഫഷണലിസം. ഇതേ സാധനം നിങ്ങളൊന്ന് KSRTC വെച്ച് നോക്കിക്കുക. 3 ബസ് കിടക്കണം. ഒന്ന് തൃശ്ശൂർ കിടക്കണം, ഒന്ന് ആലപ്പുഴ കിടക്കണം, ഒന്ന് എറണാകുളം കിടക്കണം. ഇത് 3 തൃശ്ശൂർ കൂടെ പോകും. ഈ ഡ്രൈവറുടെ വേഷത്തിൽ ഒരുത്തൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രോ ഇതിൽ ഏതാണ് ആദ്യം പോകാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താ അറിയും? നീ ഇവിടെ ഇരുന്ന് നോക്കുക, അപ്പോൾ നിനക്ക് കാണാം അതിൽ ഏതാണ് ആദ്യം പോകാന്ന്. എന്താ ഫെസിലിറ്റി! ഞാൻ സിനിമയെ കണ്ടിട്ടുള്ളത് എൻ്റെ ടെൻഷൻ റിലീഫ് ആക്കാനുള്ള ഒരു ഉപകരണം. അതിനെ ഞാൻ കാശ് കൊടുക്കും. എന്നെയും പിടിച്ച എൻ്റെ വൈഫ് ദൃശ്യം സിനിമ കാണാൻ കൊണ്ടുപോയിരിക്കുന്നു. 2 പെൺകുട്ടികളുടെ ഒരു തന്തയ്ക്ക് കാണാൻ പറ്റിയ പടമല്ല അത്. സിനിമ കഴിഞ്ഞ വഴിക്ക് ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചത്, നിന്റെ ക്ലാസ്സിൽ പൂച്ചക്കണ്ണന്മാരുണ്ടോന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് ടൂർ പോകാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു നടക്കൂല മോളെ. അപ്പോൾ അവള് ചോദിച്ചാൽ എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ്റെ പണി കഴിഞ്ഞു, ഇനി അവനെ തല്ലിക്കൊന്ന് ഞാൻ എവിടെ കുഴിച്ചിടും? അവസാനം കരച്ചിലായി പിരിച്ചിലായി. ഞാൻ പറഞ്ഞു പൊക്കോളൂ, പക്ഷെ 3 ദിവസം നീ കുളിക്കണ്ട. ആ കുളിയുമെന്നാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. തുടക്ക സമയത്ത് എല്ലാവരും നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന വ്യക്തിയാണോ? അല്ല. സത്യം പറഞ്ഞാൽ ഐ വാസ് എ ബാഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ അങ്ങനെ വലിയ മാർക്ക് വാങ്ങുന്ന ആളൊന്നും ആയിരുന്നു. പ്രവീൺ ചെറിയത്തിൽ നിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണലി ക്രെഡിറ്റ് ഗോസ് ടു എഡിസൺ ഫ്രാൻസ്. അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇതാണ്: സക്സസ് ഇസ് നോബഡീസ് മൊണോപ്പൊളി. വിജയം എന്ന് പറയുന്നത് ഒരുത്തൻ്റെയും കുത്തകയല്ല. എനിക്ക് കാരണമായത് എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞ ആളാണ് അതിന് വഴിവെട്ടി തുടങ്ങിയത്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് ഞാനാണ്. അപ്രിസിയേഷൻ കിട്ടിയ കോൺഫിഡൻസ് കൂടും. ഇപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് കുറേ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തു, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടും. അതേ സമയത്ത് നിർത്തിപ്പോടാ എന്നാണ് കൂടുതലും പറയുന്നതെങ്കിൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞ ഒറ്റയ്ക്ക് ആർക്കും വഴി വെട്ടി വരാൻ പറ്റില്ല. നോ സെൽഫ് മെയ്ഡ് മാൻ, ടു ബി ഫ്രാങ്ക്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ്സുകാരുടെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. ചില ആളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും സ്വന്തമായി വഴിവെട്ടി വന്ന സ്വന്തം പ്രയത്നം കൊണ്ട് ആരും ഒന്നും. ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആവുമ്പോൾ അവനെ സ്വാധീനിച്ചിട്ടുള്ള പല ആളുകളും അവരുടെ ചുറ്റുവട്ടത്തിലുണ്ട്. ചിലർക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയും, പക്ഷെ അവർ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇന്നിനോടൊപ്പം ഉള്ളത് ഒരു ബിസിനസ് ട്രെയിനറാണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യസ്തത എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും തൻ്റെതായ സംസാര ശൈലി കൊണ്ട് ജനങ്ങളെ പിടിച്ചിരുത്തുന്ന നമ്മുടെ എല്ലാവരും സ്വന്തം പ്രവീൺ ചെറുത്. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം റീലുകളിലൂടെയൊക്കെ തൻ്റെ സംസാര ശൈലി കൊണ്ട് തൃശ്ശൂർ ഭാഷ സ്വന്തം നാടിനെ വരെ അങ്ങ് യൂസ് ചെയ്യും. അല്ല, എനിക്ക് തൃശ്ശൂർ ഭാഷ അറിയുള്ളൂ, ഞാൻ തൃശ്ശൂരുകാരനല്ലേ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതേ വരുള്ളൂ. പക്ഷെ ഇപ്പം നമ്മളിങ്ങനെ വൈഡ്ലി ട്രാവൽ ചെയ്തിട്ട് തൃശ്ശൂരും മലപ്പുറവും കോഴിക്കോടും എറണാകുളം ഒക്കെ കൂടി മിക്സ് ആയിട്ട് ഒരു അവിയിൽ പരിവായിട്ടുണ്ട്. കുറേയിടത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. കാരണം ചില കൂടുതൽ മലബാർ ഏരിയകളിലായിരിക്കും നമുക്ക് കൂടുതലും വർക്കുകൾ വരാം. അപ്പം അവിടുത്തെ ഓഡിയൻസുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ കൊച്ചി ഭാഗത്ത് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ കോട്ടയത്ത് സംസാരിക്കുന്നത്. മലയാളം ഒരെണ്ണമാണെങ്കിലും ഇഷ്ടം പോലെ മലയാളം അല്ലേ അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്ററിൽ മലയാളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ബേസ് തൃശ്ശൂർ ആയതുകൊണ്ട് ഒരു തൃശ്ശൂരിയൻ സാധനം ഉള്ളിലുണ്ട്. തൃശ്ശൂർ പിടിച്ചങ്ങ് പോവാം. അല്ലേ? അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു തന്റെ സംസാര ശൈലിയാണ് ആളുകളെ പിടിച്ചിരുത്തുന്നതെന്ന്. പല റീലുകൾ ഞങ്ങൾ കാണുമ്പം ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ അത് കണ്ടിരിക്കാൻ തോന്നുന്നൊരു കൗതുകം, കണ്ടിരിക്കാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്ലാസ് എടുക്കുമ്പം സംസാര ശൈലി പോലെ തന്നെ എക്സ്പ്രഷനും വരും ഫേസിൽ. അപ്പൊ ഒരു അഭിനയത്തിൽ ഒരു ചായ്വുണ്ട്. അയ്യോ, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര പേടിയാണ്, എനിക്ക് ക്യാമറയൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ നമ്മുടെയൊക്കെ തറവാട്ടിലൊരു പയ്യനില്ലേ, അജിൻ്റെ വീട്ടിലും ഉണ്ടാവും, അത് അജിൻ്റെ തറവാട്ടിലും ഉണ്ടാവും. ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, ഭയങ്കരമായിട്ട് തമാശ പറയുന്ന അയാൾ വരുമ്പോഴായിരിക്കും ആഘോഷ വീടൊരു ഓളം വരിക അല്ലേ. ചിലപ്പോൾ അത് അജിനായിരിക്കും, അല്ലെങ്കിൽ അജിൻ്റെ കസിൻ ആരെങ്കിലും ആയിരിക്കും. എൻ്റെ തറവാട്ടിലത് ഞാനാണ്. അപ്പം ഞാൻ വരുമ്പോഴാണ് ഒരു ഓളം വരിക. അപ്പം നമ്മളവിടെ തമാശയൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് ആളുകളൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് ആ ഒരു സംഭവം ചെറുപ്പം തൊട്ടേ ഉള്ളതുകൊണ്ട് ആ ശൈലി തന്നെ ട്രെയിനിങ്ങിലേക്കും തുടരുന്നു എന്ന് മാത്രം. ഇന്ന് പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ആളുകൾ കാണുന്നത് മോട്ടിവേഷൻ സ്പീക്കർ, ബിസിനസ് ട്രെയിനർ. പക്ഷെ ഇതിനെല്ലാം പിന്നിലൊരു തുടക്ക കഥകളുണ്ടല്ലേ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ചോദിച്ചു പോവാം. അപ്പം തുടക്കം എവിടെ നിന്നായിരുന്നു? എനിക്ക് ട്രെയിനർ ആകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അയ്യോ, ഒരിക്കലും അല്ല. വേണമെങ്കിൽ തള്ളിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ചെറുപ്പം തൊട്ടേ ഒരു ട്രെയിനർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും അല്ല.
ആക്സിഡന്റലി വന്ന് പെട്ടതാണ്. ഉം. സത്യം പറഞ്ഞാൽ ഐ വാസ് എ ബാഡ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അങ്ങനെ വലിയ മാർക്ക് വാങ്ങുന്ന ആളൊന്നും ആയിരുന്നില്ല. വളരെ എന്നാ മോശമല്ല അല്ലേ, ഒരു അവിടെ ഇവിടെ കഷ്ടി ജയിക്കും. അങ്ങനെ തട്ടിമുട്ടി ഫൈനൽ എക്സാമുകളിലൊക്കെ ജയിക്കും. കൊല്ലപരീക്ഷയ്ക്കുള്ള അല്ല, കൊല്ലപരീക്ഷയ്ക്ക് ജയിക്കും. മറ്റു പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ 1-2 പോകും, ഹാഫ് കളിക്കൊക്കെ പോകും. കൊല്ലപരീക്ഷയ്ക്ക് തോറ്റത് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രിക്ക് മാത്രമാണ്. പ്രീ ഡിഗ്രി ഞാൻ 3 കൊല്ലം കൊണ്ടാ തീർത്തത്. 3 കൊല്ലം കൊണ്ട്. ശരിക്കും അത് മനസ്സിലാക്കി പഠിച്ചു വരുമ്പോൾ 3 കൊല്ലം ആവും, 2 കൊല്ലത്തെ കോഴ്സ് ആണെങ്കിലും. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഒരു ചിന്തയില്ല എന്താവണം, എങ്ങനെ ആവണം. ഒരു പറന്ന് കിടക്കുന്ന കിളിയെന്ന് തന്നെ പറയാം. നമ്മുടെ അന്നത്തെ ആഗ്രഹം എന്താ, ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കണം. വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ടീച്ചറാണ്, അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഈ പെങ്ങളെ കെട്ടിച്ചുവിടുക, മറ്റേ ദാരിദ്ര്യ കഥ പറയാനൊന്നും, എല്ലാം കഷ്ടപ്പെട്ട് നമ്മുടെ തലയിൽ വരുവാ, അതൊന്നുമില്ല. അവര് നോക്കിക്കോളൂ എന്നുള്ളത് ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി വ്യക്തമായിട്ടൊരു വിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന ആളാവണം, ഇന്ന ജോലിക്ക് പോകണം, എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടണം. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ആഗ്രഹിക്കാൻ തുടങ്ങിയത്. നമുക്കൊരു ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ്, ജംഷി എന്നാണ് ആളുടെ പേര്. അയാൾ ഗൾഫിലായിരുന്നു, അയാളുടെ അച്ഛനൊക്കെ ഗൾഫിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയാളാണ് നമുക്കൊരു ആശയം തരുന്നത്. ഇങ്ങനെ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ സെയിൽസ് ജോബ്സ് ഒക്കെ കിട്ടും. അപ്പൊ 2 ഓപ്ഷൻ ഉണ്ട് അത്ര അതിൽ. അത് ഈ ഒന്ന് വാൻ സെയിൽസ് ആണ്. അപ്പൊ ഇംഗ്ലീഷൊക്കെ അറിയാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ ഇരുന്ന് വല്ല റിയൽ എസ്റ്റേറ്റോ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഇംഗ്ലീഷ് പഠിക്കണം. അന്ന് ഇംഗ്ലീഷ് അറിയാമായിരുന്നോ? അറിയില്ല. ഞാൻ BA മലയാളമാണ്. അതുകൊണ്ടൊക്കെ മാറ്റിയല്ലോ. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സെന്ററിൽ പോയതാണ്. അതാണ് തുടക്കം. ഇംഗ്ലീഷ് പഠിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയ വ്യക്തി ഇന്ന് അവിടുത്തെ ഒരു ഹെഡായിട്ട് മാറി. അവിടെയല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ എന്റേതായിട്ടൊരു ബ്രാൻഡായിട്ട് വന്നു. അവിടെ പോയപ്പം എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഫോട്ടോസും ക്ലാസ്സുകളും കാണാത്തവർ കുറവായിരിക്കും കേരളത്തിൽ. ഒരു 30, 35, 40 വർഷമായിട്ട് ട്രെയിനിങ് മേഖലയിലുള്ള ഒരാളാണ്. അദ്ദേഹമായിട്ട് അടുത്തപ്പോഴാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അതുവരെ എനിക്ക് അറിയില്ല ഇങ്ങനെ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, ട്രെയിനിങ് ഇൻഡസ്ട്രി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ പോയതാ. ആദ്യമൊക്കെ ബോറായി, കാരണം നമുക്കറിയാത്തൊരു ഭാഷയിൽ പഠിക്കുന്നത്. പക്ഷെ പിന്നെ എവിടെയോ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ചില സാധനങ്ങൾ കിട്ടുമല്ലോ. എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയത്? അദ്ദേഹം പറഞ്ഞ ഒരു 2 ക്യാപ്ഷൻസ് ആണ് എൻ്റെ ലൈഫ് മാറ്റിയത്. അപ്പൊ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു എഡിസൺ ഫ്രാൻസിനാണ്. പ്രവീൺ ചെറിയത്തിൽ നിന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ്, പ്രൊഫഷണലി ക്രെഡിറ്റ് ഗോസ് ടു എഡിസൺ ഫ്രാൻസ്. ബാക്കി എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്. കാരണം അവരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ. അത് ഒരു ധാർമ്മികതയുടെ ഭാഗം വെച്ചാൽ അച്ഛനമ്മ, വീട്ടുകാർ, ബന്ധുക്കൾ, ഫ്രണ്ട്സ്, അത് അങ്ങനെ ഒരു ഏരിയ. പ്രൊഫഷണലി നോക്കിയാൽ അത് 100% ആ ട്രെയിനർക്കുള്ളതാണ്. എഡിസൺ ഫ്രാൻസിന്റെ പ്രൗഡ് ശിഷ്യനാണ് ഞാൻ. അതിന് പറയാൻ ഒരു മടിയും ഇന്നുമില്ല, ഇനിയും ഉണ്ടാവൂല. പക്ഷെ പലരും മറക്കുന്നു. അതൊക്കെ അല്ലേ, എന്താ പറയാ, വന്ന വഴി മറക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ സെന്റൻസിലേക്ക് വരാം. അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇതാണ്: സക്സസ് ഇസ് നോബഡീസ് മൊണോപ്പൊളി. വിജയം എന്ന് പറയുന്നത് ഒരുത്തൻ്റെയും കുത്തകയല്ല. ക്ലാസ് സാധനമല്ലേ അത്. അദ്ദേഹം എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, പ്രവീണെ, സക്സസ് എന്ന് പറയുന്നത് ഒരുത്തൻ്റെയും കുത്തകയല്ല, നിനക്കും പറ്റും. ഞാൻ അജിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, നിന്നെ കൊണ്ട് ഇത് പറ്റൂല എന്നല്ലേ കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത്? 100%. ഇത് നേരെ തിരിച്ചു പറഞ്ഞ ഒരേ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് ഇങ്ങോരെയാണ്. ഇങ്ങോരെ എപ്പോൾ കണ്ടാലും ഫുൾ വൈബാണ്, എപ്പോൾ നോക്കിയാലും എനർജിയാണ്. പാതിരാത്രി പോയി കണ്ടാലും ഫുൾ ജില്ലായിട്ട് നിൽക്കുന്നുണ്ടാവും ആള്. ആളെപ്പോൾ പറയുന്ന ഡയലോഗാണ്, സക്സസ് ഇസ് നോബഡീസ് മൊണോപ്പൊളി. വിജയം എന്ന് പറയുന്നത് ഒരുത്തൻ്റെയും കുത്തകയല്ല. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു മോൻ്റെയും കുത്തകയല്ല. അങ്ങനെ തന്നെ പറയണം. അപ്പോഴാണ് ആ വൈബ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, യു ക്യാൻ മേക്ക് ഓൾ മിസ്റ്റേക്സ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ ലാംഗ്വേജ്. നിനക്ക് എന്ത് മിസ്റ്റേക്ക് വേണമെങ്കിലും ഇംഗ്ലീഷിൽ വരുത്താം. കാരണം എന്താ, ഇത് നിന്റെ ഭാഷയല്ല. പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ തെറ്റിക്കോട്ടെ, പക്ഷെ സാധനം പറയും. നമ്മൾ നിവർത്തികേട് കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചതാണ് അല്ലേ, പഠിക്കേണ്ടി വന്നതാണ്. കേരളത്തിൽ ജീവിക്കാൻ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, അതെ. കേരളത്തിൽ നമുക്ക് എവിടെ പോയാലും മലയാളം മതി, സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ വിദേശത്ത് പോയി നമ്മളൊരു വിദേശികളുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യണം എന്നാണെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. സത്യം പറഞ്ഞാൽ മലയാളം കൃത്യമായിട്ട് അറിയോ? ശരിക്കും അറിയത്തില്ല. അവിടെയാണ് ഇതിന്റെ കളി. മലയാളം കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകളാണ്. മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും കുടുങ്ങിപ്പോവും. മലയാളത്തിൽ ഒരു ഗ്രാമർ ടേം പറയാൻ പറഞ്ഞാൽ കുടുങ്ങിപ്പോവും. അപ്പൊ അത്രയും നിസ്സാരരാണ് മലയാളികൾ.
പക്ഷെ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളി ഏത് നാട്ടിൽ പോയാലും ആ ഭാഷ പഠിക്കും, അത് പഠിക്കും. അല്ലേ? അവിടെ അഡോപ്റ്റഡ് ആവും, അവിടെ ആ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അവിടുത്തെ ഏറ്റവും മിടുക്കനായിട്ട് മാറാൻ മലയാളിക്ക് സാധിക്കും. ഇന്ന് മലയാളികളില്ലാത്ത സ്ഥലങ്ങളും ഇല്ല. 100%. എവിടെ പോയാലും ഞാനിപ്പോൾ ഈ അടുത്ത് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ഈ ബെർലിൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഓക്കെ. അവിടെ ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൂർ എന്നാണ് പറയാൻ തോന്നുന്നു, കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടിറാനോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുണ്ട്, ഇറ്റലിയിലൊരു സ്ഥലം, അങ്ങോട്ട് പോകുന്നൊരു ട്രെയിനാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ അതൊരു 2090 ഫീറ്റ് ഹൈറ്റിലോട്ട് കയറും ആ ട്രെയിൻ. അപ്പോൾ അവിടെ നിന്ന് വലിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു 10 മിനിറ്റ്സ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും കാണാൻ വേണ്ടി. അവിടുത്തെ സ്ഥലങ്ങൾ കാണും. അപ്പോൾ ഞാൻ സോളോ ആയിരുന്നു, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും ആളൊന്ന് ഫോട്ടോ എടുത്ത് തന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആഗ്രഹിച്ച് നോക്കുമ്പോൾ ആ ട്രെയിനകത്തിരിക്കുന്ന ഒരു 4-5 മലയാളികൾ. അപ്പോൾ അവരും ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന്, ഒരാൾ US നിന്ന് വന്നതാ, ഒരാൾ 2 പേര് UK നിന്ന് വന്നതാ. അപ്പോൾ എവിടെ പോയാലും മലയാളിയെ കാണാം. മലയാളി ഇല്ലാത്ത സ്ഥലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ തോട്ട്സുകളാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോഴാണ് എനിക്കും തോന്നിയത് എനിക്കും എന്തെങ്കിലുമൊക്കെ ആവണം. അവിടെ നിന്നാണോ തുടക്കം കുറിക്കുന്നത്? 100%. ഓക്കെ. അദ്ദേഹമാണ് എനിക്ക് ചെറിയ ചെറിയ ചാൻസുകൾ തന്നത്. ഈ ലോകത്ത് അങ്ങനത്തെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് എന്തിന്റെ കേടാണ്? അദ്ദേഹം ഒരു സ്ഥാപനം ഇട്ട് ട്രെയിനറായിട്ട് അദ്ദേഹം ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയൊരു ട്രെയിനറെ ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? പക്ഷേ അവിടേക്കാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള റെസ്പെക്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കാരണം 100 കണക്കിന് ട്രെയിനർമാരുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ ശൈലികളിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ കാരണം, അദ്ദേഹം തരുന്ന ചാൻസുകൾ കാരണം. അപ്പോൾ എനിക്ക് അവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ, അദ്ദേഹത്തിന് ഫ്രീ ടൈം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു അരമണിക്കൂർ 15 മിനിറ്റൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ തരും. ആ ക്ലാസ് എടുക്കലിൽ നിന്നാണ് ഇതിൻ്റെ സ്പിരിറ്റ് നമുക്ക് കയറിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം അജിനും ആയാലും, ഇപ്പം അജിൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആങ്കറാണ്. നിങ്ങളുടെ വളർച്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായത്. തീർച്ചയായിട്ടും. ശരിയല്ലേ? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, പിന്നീട് കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. ഈ ഫീൽഡിൽ ഞാൻ നിന്നാൽ സക്സസ്ഫുൾ ആവും എന്നൊരു കോൺഫിഡൻസ് വന്നു. ഈ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാവും? അപ്രിസിയേഷൻ കിട്ടിയാൽ മതി. അപ്രിസിയേഷൻ കിട്ടിയ കോൺഫിഡൻസ് കൂടും. ഇപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് കുറെ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തു വരുന്നത്, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഇത് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടും. അതേ സമയത്ത് നിർത്തിപ്പോടാ എന്നാണ് കൂടുതലും പറയുന്നതെങ്കിൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവീൺ എന്ന് പറയുന്ന ഇന്നത്തെ ലോക പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ തുടക്ക സമയത്ത് എല്ലാവരും നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന വ്യക്തിയാണോ? അല്ല. അന്ന് നമ്മളെ പക്ഷെ അങ്ങനെ പറയുന്നവരും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. പറയുന്നവരുണ്ടായിരുന്നു, പറയാത്തവരുണ്ടായിരുന്നു. പറയാത്തവരെ ഇഗ്നോർ ചെയ്തു, പറയുന്നവരെ കൂടെ കൂട്ടി, പറയുന്നവരെ വിശ്വസിച്ചു. അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മളോടൊരു വിശ്വാസം വരാൻ തുടങ്ങി. പക്ഷെ പലപ്പോഴും ഈ പറ്റൂല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ നമ്മുടെ പ്രോഗ്രാം പോലും കണ്ടിട്ടില്ല എന്നിട്ടാണ് പറയുന്നത്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും പറയുന്നുണ്ടാവും എന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഇന്റർവ്യൂ കാണാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ടാവും. ഈ സിനിമ കാണാതെയല്ലേ പലരും റിവ്യൂ ഇടുന്നത്. അതേപോലെ അപ്പം ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെടുക്കണം, എന്ത് തള്ളണം. അപ്പം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എടുത്തു, അല്ലാത്തവരെ തള്ളി. പക്ഷെ അവരെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. എന്തിന്? ഒരു കാലത്ത് അവരെ കൊണ്ട് ഇത് തിരിച്ച് പറയിപ്പിക്കുന്ന ഒരു വാശിയോടുകൂടി. ഇത്രയും എക്സ്പീരിയൻസിൽ ചെയ്യിപ്പിച്ച സമയത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച ആരെങ്കിലും ഇന്ന് വലിയ നിലയിൽ അല്ലെങ്കിൽ സിനിമയിലാണെങ്കിലും ആങ്കറിങ്ങിലാണെങ്കിലും എത്തിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പല എലമെന്റുകളാണ്. ഇപ്പൊ അജിൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ അജിൻ വർഗീസ് ആയത് ഏതെങ്കിലും ഒരുത്തന്റെ കഴിവുകൊണ്ടായിരിക്കില്ല, പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ എനിക്ക് ട്രെയിനിങ് മേഖലയിലേക്ക് ഞാൻ വരാൻ എനിക്ക് കാരണമായത് എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞ ആളാണ് അതിന് വഴി വെട്ടി തുടങ്ങിയത്, വഴി കാണിച്ചു തന്നത്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് ഞാനാണ്. എൻ്റെ എഫേർട്ട് അതിനകത്തുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലി നിന്നിട്ടുണ്ട്, എൻ്റെ ചില നല്ല സുഹൃത്തുക്കൾ നിന്നിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് ഞാൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ചുരുക്കം പറഞ്ഞ ഒറ്റയ്ക്ക് ആർക്കും വഴി വെട്ടി വരാൻ പറ്റില്ല. നോ സെൽഫ് മെയ്ഡ് മാൻ, ടു ബി ഫ്രാങ്ക്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ്സുകാരുടെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. ചില ആളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയും സ്വന്തമായി വഴിവെട്ടി വന്ന ഒറ്റക്കാലിൽ, സ്വന്തം പ്രയത്നം കൊണ്ട് ആരും ഒന്നും. ഒരു സിനിമാ നടനാണെന്ന് കരുതുക, അയാൾ പറയാണ് ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ടാണ്. അയാൾക്ക് ഒരാൾ ചാൻസ് കൊടുത്തില്ലേ? അയാൾക്ക് ഒരാൾ ഡയറക്ടർ വന്നില്ലേ? അയാൾക്കൊരു ക്യാമറാമാൻ വന്നില്ലേ? അയാൾക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നില്ലേ? അയാൾക്ക് നല്ലൊരു കഥ കൊടുത്തില്ലേ?
ഇതൊക്കെ അയാൾ സ്വന്തമാണോ ചെയ്തത്? ഉം. ഇനി അയാൾ അഭിനയിച്ചത് ആരൊക്കെയോ കണ്ടില്ലേ? അപ്പൊ മറ്റു പലരും ഇല്ലാതെ ആർക്കാണ് ഒറ്റയ്ക്ക് ഇവിടെ വളരാൻ കഴിയുക? ഇതൊക്കെ പോട്ടെ, അയാളൊരു കുഞ്ഞു വാവയായത് തൊട്ട് ഇപ്പൊ വരെ അയാൾ വളർന്നില്ലേ? അതിനെത്ര ആൾ സഹായിച്ചിട്ടുണ്ട്? കുപ്പിപ്പാല് തന്നെ പോയി മേടിക്കും ആ അല്ലായിരുന്നല്ലോ. ജനിച്ചു വീണ വഴിക്ക് ഞാൻ സിനിമ നടനാണ്, ഞാൻ ഇനി സിനിമ നടനാവാൻ പോകണമെന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് ആയതൊന്നുമല്ലല്ലോ. അല്ല. ആ. അയാൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, അതാണ് ഈ പ്രകൃതിയുടെ നിയമം. ഇപ്പം ഇതൊക്കെ ഞാൻ തള്ളി മറിച്ച് ഇവിടുന്ന് നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഴയ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്നുള്ള രീതിയിൽ നിന്നാൽ എനിക്ക് ഗ്രോത്ത് ഇല്ല. ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ശ്രമിച്ച് ഞാൻ ഇതിനേക്കാൾ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ആദ്യം പറഞ്ഞ ആൾക്കാണോ? അതെ. ഇനി ഈ വീഡിയോ കണ്ടു ചിലപ്പോൾ കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടിയെന്ന് കരുതാം. അജിൻ കാരനാണോ പ്രവീൺ ചിറയത്തുണ്ടായേ? അല്ല. അല്ല. പ്രവീൺ ചിറയത്തുകാരനാണോ അജിൻ്റെ വീഡിയോ ക്ലിക്കായേ? അല്ല. അതെ. അതിൽ അവിടെ ക്യാമറ ചേട്ടന്മാർക്ക് റോളുണ്ട്, ഇനി ഇതിനെ എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് റോളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഒറ്റ കാര്യം, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൂടി ഒരു മത്സരം നടത്തി. ഉം. ഏത് അവയവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനി? പഴയ കഥയാണ്. കണ്ണ് പറഞ്ഞു കണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ള അവയവങ്ങൾ പറഞ്ഞു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ കണ്ണ് അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ പേരിൽ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം മൂക്ക് പറഞ്ഞു ഞാൻ ശ്വാസം വലിക്കുന്നതുകൊണ്ടാണ് നിനക്ക് കണ്ണ് കാണാൻ പറ്റുന്നത്. അതെ. വായ പറഞ്ഞു എൻ്റെ വായിലെ നാവ് ശരിയല്ലെങ്കിൽ നിന്റെ ഈ കണ്ണുണ്ടല്ലോ നാട്ടുകാർ അടിച്ചറക്കും. അപ്പം കൈ പറഞ്ഞു എൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും നിൻ്റെയൊക്കെ ഷേപ്പ്. അതെ, കണ്ണിന്റെ മൂക്കിന്റെ ഒക്കെ ഷേപ്പ്. അപ്പൊ കാല് പറഞ്ഞു ഞാൻ ഓടിപ്പോയിട്ട് ഒരു കുളത്തെ ചാടിയാ നീ തീർന്നു. കണ്ണുമില്ല മൂക്കുമില്ല. പക്ഷെ ഈ ശരീരത്തിൽ സദസ്സിൽ പറയാൻ പറ്റാത്ത ചില അവയവങ്ങളുണ്ട്, ഈ ഡീഗ്രേഡഡ് അവയവങ്ങൾ. നമുക്ക് ഇവിടെ പറയാം. അല്ല പറയാൻ പറ്റില്ല. അങ്ങനത്തെ ചില പേഴ്സണൽ അവയവങ്ങളുണ്ടല്ലോ, നമ്മൾ സദസ്സിൽ പറയില്ല. അവർക്ക് ഒരു ഡീഗ്രേഡഡ് ആണ്. നമ്മൾ അതിന് മുൻവശം പിന്നാമ്പുറം എന്നൊക്കെയാണ് പറയുക. ഇവർ ഈ മത്സരത്തിലേക്ക് അഭിപ്രായം പറയാൻ വന്നപ്പോൾ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ പറഞ്ഞു നീ വേണ്ടണ്ട, ഇത് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ തീരുമാനിച്ചോളാം, നീയൊക്കെ അവിടെ കിടക്കുന്ന. എടുത്ത വഴിക്ക് ഈ ഡീഗ്രേഡഡ് അല്ലെങ്കിൽ ഈ പിന്നാമ്പുറവും മുൻവശമൊക്കെ അവിടെയൊക്കെയുള്ള ഈ സദസ്സിൽ വരാൻ പറ്റാത്ത ആളുകൾ ഒരു സമരം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഗോയിങ് ഇല്ല. നേരത്തെ പറഞ്ഞ കണ്ണില്ലേ, ആ കണ്ണ് പറയാണേ ഒന്നും കാണാനില്ല. മൂക്ക് പറയാ ശ്വാസം വലിക്കണം എന്നുണ്ട് പറ്റണ്ടേ. കൈ പറഞ്ഞു അത് എടുക്കണം എന്നുണ്ട് പൊന്തണില്ല. അവസാനം എല്ലാ അവയവങ്ങളും ഈ ഡീഗ്രേഡഡ് അവയവങ്ങളുടെ മുന്നിൽ തോറ്റു തുന്നം പാടി നിന്നു എന്നാണ് കഥ. ഇതേപോലെ ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആവുമ്പോൾ അവനെ സ്വാധീനിച്ചിട്ടുള്ള പല ആളുകളും അവൻ്റെ ചുറ്റുവട്ടത്തിലുണ്ട്. ചിലർക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയും, ചിലർക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയും പക്ഷെ അവർ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. ചില ആളുകൾക്ക് ഇങ്ങനത്തെ ആളുകളെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് പൈതൃകം അല്ലേ? അപ്പൊ ചിലർക്ക് ഇങ്ങനെ തോന്നുക ഞാൻ അങ്ങനെ തന്നെ ബിസിനസ്സുകാരനായി, ഞാൻ ഒറ്റയ്ക്ക് സിനിമാ നടനായി, ഞാൻ ഒറ്റയ്ക്ക് പള്ളി പോയി പറഞ്ഞാൽ മതി അല്ലേ? അതിനൊക്കെ ഒരുപാട് പേര് നമ്മളെ സ്വാധീനിച്ചു. നമ്മൾ നെഗറ്റീവായ സമയത്ത് നമ്മളെ പോസിറ്റീവാക്കി തന്ന ആളുകൾ ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള സമയത്ത് നെഗറ്റീവ് ആക്കിയവരുമുണ്ട്. അവർ പിടിപ്പിച്ച വാശി, അവർ തന്ന പ്രചോദനം, അവർ നമ്മുടെ പുറത്ത് തട്ടിയ ഒരു തട്ട്, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ പിന്നീട് ചിലർക്കത് ഓർക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്കത് മറന്നുപോകും. ചിലരത് മനഃപൂർവ്വം മറക്കുമ്പോഴാണ് ഈ പണി 8ന്റെ പണിയായിട്ട് തിരിച്ചു വരിക. കിട്ടുന്നത് 1.5 പണി, അതൊരു 1.5 പണിയായിരിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പം ഏറ്റവും ബെറ്റർ ബി സിമ്പിൾ, ബി ഹംബിൾ. ആരെ കണ്ടാലും ചിരിക്കുക. ആരും നിസ്സാരരല്ല ഈ ലോകത്ത്, ആരെ അളക്കാൻ പറ്റത്തില്ല, ആരും നിസ്സാരം. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഈ പ്രവീൺ ചിറയത്തെടുത്ത ക്ലാസ്സിൽ ആ ക്ലാസ് മുറിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ക്ലാസ്സുകൾ കേട്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് കാലക്രമേണ മാറിയപ്പോൾ ആ കുട്ടി ഒരു ആങ്കറായി, ഒരു വ്യക്തിയായി മാറി. ഇഷ്ടം പോലെ ഉണ്ട്. ലക്ഷ്മി നക്ഷത്രയിൽ അയ്യോ, ലക്ഷ്മി നക്ഷത്രേനെ ആങ്കറിംഗ് ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മളവിടെ അവരുടെ കോളേജിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അത് പ്ലേസ്മെന്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അന്ന് ലക്ഷ്മി അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ എം സോ പ്രൗഡ് ടു സേ. ഇന്ന് അവർ വലിയ സ്റ്റാറാണ്. അത് അവരുടെ എഫേർട്ടാണ്. ആ സമയത്ത് സന്തോഷിക്കാം അല്ലേ? നമ്മൾ അറിയുന്ന ഒരു കുട്ടിയാണ്.
തൃശ്ശൂരുകാരിയാണ്. നമ്മളെ എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണ്, ആ കൊച്ചിന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ കാര്യങ്ങളില്ല. കാരണം അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ചെയ്തത് എന്താ, അവരുടെ കോളേജിൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ്സുകൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ആ കൊച്ചു ഇരുന്നിട്ടുണ്ട്. അത് അവരാണോ പ്രൗഡ്, ഞാനാണോ പ്രൗഡ് എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം അവർ അത്രയും ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രണ്ടുപേരും പ്രൗഡാ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കത്തില്ലെന്നേ. 100%. അപ്പം അത് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഒരാളുടെ കഴിവ് കൊണ്ടൊന്നും ആരും എവിടെ എത്തിയിട്ടില്ല. ആ കൊച്ചെടുത്ത എഫേർട്ടിന് വാല്യൂ ഇല്ലേ? അപ്പം അത് അവരതിനു വേണ്ടി വർക്കൗട്ട് ചെയ്തു, അവരതിനു വേണ്ടി എത്രയോ ഉറക്കൊളച്ചിട്ടുണ്ടാവും, അവരതിനു വേണ്ടി എത്രയോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, അവരെത്രയോ അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ റിസൾട്ടല്ലേ അവർക്ക് കിട്ടിയത്. എന്നാൽ അതേ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള എല്ലാവരും എന്തെങ്കിലും ലക്ഷ്മി നക്ഷത്രം ആവാഞ്ഞത്? ആ ക്ലാസ്സിൽ വേറെ കുട്ടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഒരു കൊച്ചിനെ പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ പഠിപ്പിച്ച അതേ വിഷയം തന്നെയല്ലേ, അതേ ക്ലാസ് തന്നെയല്ലേ ആ ക്ലാസ്സിലുള്ള 40 പേരും 50 പേരും കേട്ടത്? ഒരാൾക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ആളുകൾ ക്ലാസ് എടുത്തു. ഇതിലെല്ലാം ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മോട്ടീവായ, അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് ലൈഫിൽ മോട്ടിവേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കൾച്ചറുകൾ പഠിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സ്വിസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് റോത്രോൺ മൗണ്ടൻ എന്നൊരു മലയുണ്ട്. ആ മലയുടെ മുകളിലോട്ട് ഞങ്ങളിങ്ങനെ പോകും. സ്റ്റുഡൻറ്റ് പാസ് ഉണ്ട്, ചെറിയ പൈസയ്ക്ക് അവിടെ ചെല്ലാം. അവിടെ അതിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ നമ്മളിരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, വലിയ ഭക്ഷണമൊന്നും കഴിക്കാനുള്ള ശേഷി നമ്മുടെ കയ്യിലില്ല. നമ്മൾ വല്ല കാപ്പിച്ചിനോ വല്ല ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും വാങ്ങുന്നുണ്ടാവാം. അപ്പം ഞാനുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെയിട്രസ് ആയിട്ടുള്ളൊരു ലേഡി വന്നിട്ട് ഓർഡർ എടുക്കാൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ആ സ്പിരിറ്റിൽ ഇങ്ങനെ പറഞ്ഞു 2 ടീ എന്ന് പറഞ്ഞു, 2 ചായ. അപ്പോൾ പെണ്ണ് ചോദിച്ചു എക്സ്ക്യൂസ് മീ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പെണ്ണിന് ഇംഗ്ലീഷ് അറിയുണ്ടാവില്ല, കാരണം അവിടെ ജർമ്മൻകാരും ഉണ്ട്. അപ്പോൾ ഞാൻ ജർമ്മനിൽ പറഞ്ഞു സ്വൈത്തേ എന്ന് പറഞ്ഞു. ഈ പെണ്ണ് എടുത്ത വഴിക്ക് വീണ്ടും ചോദിച്ചു എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു വാട്ട്സ് യുവർ പ്രോബ്ലം ചോദിച്ചു. ഇപ്പോൾ എടുത്ത വഴിക്ക് ആ പെണ്ണ് പറഞ്ഞു മേ ബി ഐ എം എ വൈട്രസ് ബട്ട് പ്ലീസ് യൂസ് പ്ലീസ് എന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ അവരോട് അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്ലീസ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞ ഡയലോഗ് ഇതാണ്, മേ ബി ഐ എം എ വൈട്രസ് യൂസ് പ്ലീസ്. അപ്പോൾ ഞാൻ എന്തെന്ന് പറയണമായിരുന്നു? 2 ടീ പ്ലീസ് എന്ന് പറയണമായിരുന്നു. അവിടെ പ്ലീസ് ഉപയോഗിച്ചില്ല. ഇത് 20 വർഷം മുമ്പത്തെ കഥയാണ്. ഞാൻ അപ്പോൾ തന്നെ ആ സിറ്റുവേഷൻ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഒരു റഷ്യൻ ലേഡി ആയിരുന്നു. അവരുടെ പേര് ക്രിസ്റ്റീന ഓൾഗ എന്നാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചമ്മി എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ ടേബിളൊക്കെ തൊട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു കപ്പൽ പോകുന്നു, വിത്ത് മൈ മാനം കപ്പൽ കയറി എന്നൊക്കെ പറയണ ആ കപ്പലായിരുന്നു അത്. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞേ ഐ എം സോറി ഡിയ, ഐ എം ഫ്രം ഇന്ത്യ എന്നാണ്. എടുത്തു കഴിക്കുക അവൾ പറഞ്ഞു ആറ്റ്സ് ഓക്കെ. കാരണം സാധാരണ നമ്മുടെ നാട്ടുകാർ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയൊന്നും പറയാറില്ല, ചായ എന്നൊക്കെ പറയാറുണ്ട്. നീ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നാണ് അവരുടെ അപ്രിസിയേഷൻ. ഇതൊക്കെ പഠിച്ച് ഈ മര്യാദയൊക്കെ പഠിച്ച് നാട്ടിൽ വന്നിട്ട് ഞാൻ തൃശ്ശൂർ പൂങ്കുന്നത്തുനിന്ന് ഓട്ടോറിക്ഷ എടുത്ത് MG റോട്ടിൽ പോവാം. MG റോട്ടിൽ ചെന്ന വഴിക്ക് ഞാൻ ചോദിച്ചു എത്രയായും ചോദിച്ചു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു എത്ര 20 രൂപ, അന്നത്തെ റേറ്റ് എത്രയോ പറഞ്ഞു. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു. ആ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അയാൾ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നില്ലേ. അയാൾ പറഞ്ഞു ഇത് ഞാൻ താങ്ക് യു എന്തിന്? അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഉപദേശം ഇതാണ്, നീ പൂങ്കുന്നത്തുനിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു, ഞാൻ MG റോട്ടിൽ നിന്നെ കൊടുത്തു നോക്കി, എന്നിട്ട് താങ്ക് യു, അല്ലാണ്ട് ജാട കാണിച്ചാണ്ടല്ല റൊട്ടി ഇടിക്കിട്ടത്. ശരി സാർ. ഒരു നാട്ടിലിത് പറഞ്ഞാൽ തല്ലി, ഒരു നാട്ടിലിത് പറഞ്ഞില്ലെങ്കിൽ തല്ലി. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വി ആർ ടു ഗുഡ് ഇൻ കൾച്ചർ, വി ആർ ടു ഗുഡ് ഇൻ എഡ്യൂക്കേഷൻ, വി ആർ ടു ഗുഡ് ഇൻ എവറിത്തിങ്. പക്ഷേ പെരുമാറ്റ ഗുണത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഇത്തിരി ലോയ. നമുക്ക് എല്ലാറ്റിനും ഒരു മറ വേണം. എന്നിട്ട് നമ്മൾ ഇരുന്ന സംസ്കാരം എന്നൊക്കെ ഇങ്ങനെ പറയും ചെയ്യും. പക്ഷെ ഒരു മറ കിട്ടിയാൽ നമ്മൾ എന്തും ചെയ്യും. ഇതല്ലേ സത്യം. അവന്മാരെന്ത് ചെയ്യും, ഈ വെസ്റ്റേൺ ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് ഈ മറ ഇല്ല. അവരെങ്ങനെയാണോ അത് അങ്ങനെയാണെന്ന് അവർ പറയും, മുഖത്ത് നോക്കി പറയും. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ ഭൂരിപക്ഷം അവർക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ നേരമില്ല. നമ്മൾ മറ്റുള്ളവൻ എന്ത് ചിന്തിക്കുന്നു കരുതി ടെൻഷൻ അടിച്ച് ജീവിക്കുവാണ് അല്ലേ? അതല്ലേ ഇതിൻ്റെ ഒക്കെ മെയിൻ ഒരു കേസ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലാണ് നമ്മുടെ പണി. അപ്പോഴാണ് ഈ നന്മരങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ മറ്റേ നന്മരം കളിച്ച് ഇങ്ങനെ അല്ലേ, ഞാനൊരു സംഭവമാണ്, ചാരിറ്റിയാണ്, ഞാൻ ഭയങ്കര ചാരിറ്റിക്കാരനാണ്, ഞാൻ എല്ലാവരും സഹായിക്കുന്നവനാണ് എന്ന് പറയുന്നതിൽ
എന്തൊക്കെയോ വലിയ വീരസ്യം കാണിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവർ കാണാൻ വേണ്ടി ജീവിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ പ്രശ്നം തീരും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ലൈക്ക് ഈ കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് അവർ ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ നേരത്തെ നമ്മൾ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട്. അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ട്. 5 മണിക്ക് വെള്ളച്ചാട്ടം അടച്ച്. എന്ത് ടൂറിസമാണോ? 5 മണിയാകുമ്പോഴേക്കും ഗേറ്റ് അടച്ചു, ഞാനും വരണ്ട. ഇതൊരു വിദേശ രാജ്യത്താണെങ്കിൽ അതിവിടെ ലേസർ ഷോ ആയി, അല്ലെങ്കിൽ അവിടെ നൈറ്റ് സഫാരി ആയി, അതിനെ കാണാൻ വേറെ എന്തെങ്കിലും അവർ പിന്നെയും റവന്യൂ ഉണ്ടാക്കൂലേ. ഇപ്പം നിങ്ങൾ UAE എന്നിട്ട് ആ ബുർജ് ഖലീഫ എന്ന് കണ്ടു നോക്കി, ഇപ്പോഴും എവറി 1 hourലോ മറ്റു ഫൗണ്ടൻ ഷോയും ലൈറ്റിങ്ങും കാര്യങ്ങളും സംഭവങ്ങളും എവറി ഡേ. അപ്പം ആളുകൾ വരും. ഇവിടെ അതിനുള്ള സൗകര്യമില്ല. ഏറ്റവും വിഷമിച്ചിട്ടുള്ള ഒരു കാര്യം, എൻ്റെ പഴയ എംപ്ലോയർ, ഞാൻ സ്വിസ്സിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എംപ്ലോയർ 14 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കാണാൻ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നു, തൃശ്ശൂർ വന്ന് ഞങ്ങളിവിടെ ഭയങ്കര പാർട്ടിയൊക്കെ കൊടുത്ത് വീട്ടിലൊക്കെ വന്നു. എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് എയർപോർട്ടിൽ പോകുന്ന സമയത്ത് അവർക്ക് ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവർ പറഞ്ഞിരുന്നു അവർക്ക് ടാക്സി മതി, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പോകാൻ. ആ പോകുന്ന യാത്രയിൽ ഇയാൾ അവിടെ എത്തിയിട്ട് വിളിക്കുന്നില്ല. അപ്പം ഞാനിത് എന്താ പറ്റിയെന്ന് വിചാരിച്ചാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു നോക്കി, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്: ഐ നെവർ കം ബാക്ക് ടു യുവർ കൺട്രി എന്ന്. എന്ത് പറ്റി? പോകുന്ന വഴിയിൽ ഈ ഹൈവേയിൽ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഇവരുടെ വണ്ടി, ഈ ടാക്സി, ഒരു മീൻകാരൻ്റെ വണ്ടിയും തട്ടി വഴക്കായി, ബഹളമായി. 1 മണിക്കൂർ നേരം ഇവർ 2 പേരെയും ആ കാറിൽ നിന്ന് പുറത്തിറക്കി നിർത്തി അവിടുത്തെ ആളുകൾ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങളെന്താ ചെയ്യാത്ത, ടാക്സി അല്ലേ. ടാക്സിക്കാരൻ പറയുന്നുണ്ട് അവരെന്തിനാ ഉപദ്രവിക്കുന്നത്, എൻ്റെ വണ്ടിയല്ലേ തട്ടിയത്. പോലീസ് വന്നു, ബഹളമായി, അതായി ഇതായി. ഇനി ആ ആളുകൾ ഇങ്ങോട്ട് വരില്ലെന്ന്. അവിടൊക്കെ ബ്രോ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ ആളുകൾ അപ്പോഴത്തെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പെരുമാറുവാണ്. അവിടെയുള്ള ആളുകൾ കൂടിയപ്പോൾ എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക, അവിടെ കുറച്ച് ആൾക്കാർ നന്മരം കളിച്ച് കാണും. ഈ അയാളൊന്ന് വരട്ടി കഴിഞ്ഞാൽ ഇയാളുടെ നിന്ന് കുറച്ച് കാശ് കിട്ടി, ആ പാവത്തിന് കൊടുത്ത് ഒന്ന് ഫെയിം ആകാം, ഒന്ന് ഫെയിം ആവാം, ഒന്ന് അയാൾക്ക് കുറച്ച് പൈസ കിട്ടും. ഇത്രയ്ക്കേ അവർ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യാൻ എന്താ അധികാരമുള്ളത്? അതെ. ഇനി അവർക്ക് അങ്ങനെ ഈ കാറുകാരൻ്റെലാണ് ഫോൾട്ടെങ്കിൽ ഇവരെന്തിനാ ഈ പുറത്തിറക്കി നിർത്തുന്നത്? അതിനിപ്പോൾ ഇംഗ്ലീഷുകാരനല്ല, നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടും. ഇതൊരു വിദേശ രാജ്യത്തായിരുന്നാലും നടക്കില്ല. ഇങ്ങനൊരു വിഷയം ഉണ്ടാവില്ല. ആ തട്ടിയവനും തട്ട് കൊണ്ടവനും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവർ ഫോൺ വിളിക്കും, പോലീസ് വരും, അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും, അവരവരുടെ കാര്യം നോക്കി പോകും. അവിടെ ഈ ആൾ കൂടി നിൽക്കാനും വണ്ടി എടുത്ത് മാറ്റരുതെന്ന് പറയാനൊന്നും നാട്ടുകാർ വരില്ല. അതാണ് വ്യത്യാസം. അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ ഒരു ആക്സിഡന്റ് ആവണം, അപ്പോൾ ആളുകൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരാം. അതല്ലാത്ത സമയത്ത് അവിടെ നിൽക്കാൻ ആർക്കും നേരമില്ല. ഇവിടെ നേരമുണ്ട് ഇഷ്ടം പോലെ. അതിൽ കയറി അഭിപ്രായം പറയാനും അതിൽ കയറി വഴക്കുണ്ടാക്കാനും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, അവരത് പേഴ്സണലായിട്ട് എടുക്കും. അതിൽ തന്നെ ചിലപ്പോൾ 2 ചേരി ആയിട്ടുണ്ടാവും. കുറച്ച് പേര് സായിപ്പിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും, കുറച്ച് പേര് മീൻകാരൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും, കുറച്ച് പേര് ടാക്സിക്കാരൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവർ മുന്നിൽ വഴക്കുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ 1 മണിക്കൂർ അവിടെ പോയിട്ടുണ്ടാവാം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ആ വിദേശികൾ പറഞ്ഞത് എന്താണ്? ഞാൻ വിദേശികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഹരാസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ട് ഇതേപോലുള്ള യാത്രയിൽ തന്നെ. ഞാൻ ഇവിടുന്ന് യൂറോപ്പിലോട്ട് പോകുന്ന സമയത്ത്, ഫ്രാൻസിൽ വന്ന് ഇറങ്ങിയ സമയത്ത് സായിപ്പുമാരൊക്കെ വേറൊരു ലൈനിലൂടെ പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവർ ലൈനിൽ നിൽക്കാത്തത്? അപ്പോൾ ദേ ആർ എൻട്രിങ് ടു ദെയർ കൺട്രി. EU പാസ്പോർട്ടുകാരാണ്, യൂറോപ്യൻ യൂണിയൻ്റെ പാസ്പോർട്ട് ഉള്ളവരാണ്. ദേ ആർ എൻട്രിങ് ടു ദെയർ കൺട്രി. വാലിഡ് ആൻസർ. അവരുടെ രാജ്യത്തോട്ട് കയറുന്നു. അപ്പോൾ അവർ എന്തിനും ക്യൂവിൽ നിൽക്കണം? അവർ ഈസി ആയിട്ട് കയറിപ്പോയി. നമ്മൾ വരുത്തന്മാരാണ്, നമ്മൾ ആ രാജ്യം കാണാൻ പോകുന്നവരാണ്, വേറെ നാട്ടുകാരനാണ്, ക്യൂ നിന്നേ പറ്റുള്ളൂ, ഡീൽ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വിദേശ യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അപ്പോഴും ഞാൻ ക്യൂവിൽ. ആ ഫ്ലൈറ്റിൽ കുറച്ച് ഇംഗ്ലീഷുകാരുണ്ട്, അവരിതേ സൈഡിൽ കൂടെ കയറി പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, ഹൈ ഐ എം കമ്മിങ് ടു മൈ കൺട്രി, ഇതെന്താ ഇവർ വരിയിൽ നിൽക്കാത്ത? അപ്പോൾ പറയാം അതിഥി ദേവോ ഭവാന്ന്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അന്നും ഇന്നും ശശി, അവന് സെപ്പറേറ്റ് വഴി, അവനത് കൂടെ കയറി ഈസി ആയിട്ട് പോയി, നമ്മളിവിടെ അപ്പോഴും ക്യൂല്. അപ്പം അതിൻ്റെ റീസണാണ് അതിഥി ദേവോ ഭവ. അപ്പം നമുക്ക് കിട്ടുന്ന ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പം ഇത് പുതിയ തലമുറയ്ക്ക് ഇത് അങ്ങോട്ട് സഹിക്കൂല, അല്ലേ? അപ്പം അവന്മാർ
പിന്നെ ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഈ വിദേശത്തോട്ട് ഇവിടുന്ന് പോകുന്ന കുട്ടികളൊക്കെ അങ്ങോട്ട് പോകാനും. അതെന്താ സംഭവം എന്നറിയോ? ഞാൻ മനസ്സിലാക്കിയതല്ലോ, ഈ എയർപോർട്ട് കണ്ടുപിടിച്ചവൻ ഭയങ്കര കുറുക്കനാണ്. കണ്ടുപിടിച്ചവൻ അവനത് രണ്ട് എൻട്രി ആക്കി. ഡിപ്പാർച്ചറും അറൈവലും രണ്ട് ഡോറ് കൂടെ ആക്കി. ഇത് രണ്ടും ഒരു വഴി കൂടെ ആക്കി കഴിഞ്ഞാൽ കുറേ ഫ്ലൈറ്റുകൾ വേണ്ടാന്ന് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ജോലി അന്വേഷിച്ചിട്ട് കുറേ അങ്ങോട്ട് പോകാണല്ലോ. അവർ പോകുന്നത് ഏത് ഫ്ലൈറ്റിലാണ്? അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് വരുന്ന ഫ്ലൈറ്റിലേക്കാണ്. ഇവർ രണ്ടുപേരും ഒരു വാതിൽ കൂടെ വരുന്നതെന്ന് വെച്ചെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് പ്രശ്നം തീർത്ത് രണ്ടാൾക്ക് ഒരു വണ്ടിയിൽ വീട്ടിൽ പോവാം. നീ എങ്ങടാ? ഞാൻ ജോലി അന്വേഷിച്ചിട്ട്. നീ എങ്ങടാ? എനിക്ക് ജോലി ഇല്ലാണ്ട്. അന്നെന്താ വീട്ടിൽ പോയാലോ? ഇതും കൂടെ അങ്ങോട്ട് കടത്താം, അതും കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. ബുദ്ധിപരമായി നീക്കാണ് ഇവർ ചെയ്തത്. പണി അറിയുന്നവനാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡ് പോലെ റെയിൽവേ സ്റ്റേഷൻ പോലെ ആണെച്ചെങ്കിൽ ഈ പ്രശ്നമില്ല. കുറെ ഫ്ലൈറ്റുകൾ അനാവശ്യമായിട്ട് ഓടണേ. എൻ്റെ മനസ്സിൽ അങ്ങനെ പറയണം. അപ്പം ഇതിൽ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഇത് കേട്ടോ. എയർപോർട്ട്, കടല്, ഇതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ബിഹേവ് ചെയ്യണ കണ്ടാണ്ടല്ലോ, ചിരിച്ചിരിച്ച് പോയണ്ടോ. അവിടെ ഒരുപാട് ചെയറുകൾ വെറുതെ കിടക്കട്ടോ, അതിലൊന്നും ഇരിക്കൂല. ആ കമ്പിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണ്ടാവും വരുന്ന ആളെ നോക്കിയിട്ട്. ഇതിൽ പോണവരോടൊക്കെ ഷാർജ ഫ്ലൈറ്റാ, ദുബായ് ഫ്ലൈറ്റാ. ഇതിൽ വേറെ ഒരു വാതിലും ഇല്ല, ഇത് കൂടെ തന്നെ അവൻ വരുള്ളൂ. എന്നാ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ഇനി പൈലറ്റിനെ കണ്ടാലോ? നമ്മൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ പൈലറ്റ് ആ പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബഹുമാനം തോന്നും അല്ലെ? അയാളുടെ വൈറ്റ് ഷർട്ട്, നാവി ബ്ലൂ പാൻറ്, തൊപ്പി, ഹെയർ, മറ്റേ ഷെയ്ഡ്, ഇവിടെ ഒരു ഫ്ലാപ്പ്, അവൻ്റെ കയ്യിലൊരു എന്താ പറയാ, ഒരു ട്രോളി ബാഗ്. അവർ രണ്ടുപേരുണ്ടാവും. രണ്ടുപേര് ഭയങ്കരമായിട്ട് സംസാരിച്ച് പോണു. നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ പോണ വണ്ടിയുടെ ഡ്രൈവറാണോ അവൻ. അങ്ങനെയില്ലൊരു വശം. പക്ഷെ അവനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഇനി അവന്റെ പിന്നാലെ ഒരു 4-5 പെമ്പിള്ളേരുണ്ടാവും. അവരെന്തായാലും അജിം കണ്ടിട്ടുണ്ടാവും, പൈലറ്റിനെ കണ്ടില്ലെങ്കിലും. എയർ ഹോസ്റ്റസ്മാർ എന്താ അവരുടെ പണി? ഇമ്പിള് സ്വിച്ച് ഇട്ട് അവള് വരണം അല്ലേ? ടിങ് ഡോങ്. ഇപ്പോൾ വന്നിട്ട് ചെയ്യും, ഹൗ കൻ ഐ ഹെൽപ്പ് യു? വെള്ളം. പക്ഷെ അവർ പോകുമ്പോൾ നമ്മൾ പൊക്കോളൂ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് പ്രൊഫഷണലിസം. അവരാ ചെയ്യുന്ന പണി. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരു കൊച്ചു വോമിറ്റ് ചെയ്തു ഫ്ലൈറ്റിനകത്ത്, കാർപ്പറ്റ് നടക്കുന്ന വഴിയിലൊക്കെ. ഒരു പരാതിയില്ല. ആ കുട്ടികൾ അവിടെ പോയി അവരൊരു എയർപ്ലെയിൻ എടുത്തുകൊണ്ട് വന്നു, അതിൻ്റെ ഒരു സാധനം കൊണ്ടുവന്നു, അത് ക്ലീൻ ചെയ്തു. ആ കൊച്ചിനെ കണ്ടു, ചിരിച്ചു, അവർ പോയി. അവരുടെ പണിയിൽ പെട്ടത് അതും. ഇതേ സാധനം നിങ്ങളൊന്ന് KSRTCയിലേക്ക് വെച്ച് നോക്കിക്കേ. ഇതേപോലത്തെ ഡ്രൈവർ അവിടെ കാണാം. ഞാൻ കോഴിക്കോട് KSRTC ഒരു ദിവസം തൃശ്ശൂർക്ക് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ മടിയായിട്ട് ബസ്സിൽ പോയി ഒരു ദിവസം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ 3 ബസ് കിടക്കണം. ഒന്ന് തൃശ്ശൂർ കിടക്കണം, ഒന്ന് ആലപ്പുഴ കിടക്കണം, ഒന്ന് കോഴിക്കോട് എറണാകുളം കിടക്കണം. അപ്പം ഇത് 3ഉം തൃശ്ശൂർ കൂടെ പോകും. അപ്പം ഇതിൽ ഏതപ്പം ആദ്യം പോകാമെന്നറിയാണ്ട് ഇങ്ങനെ കുടുങ്ങി നിൽക്കുക. അപ്പോഴാണ് ഒരു പെങ്കൊച്ച്, അവൾ വലിയ ട്രോളി ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം 8:30-9 മണി നേരമായിട്ട്. അപ്പോൾ അവൾ തന്നെ കണ്ടപ്പം അവൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ തോന്നും. അവൾ വന്നിട്ട് പറഞ്ഞു, ഏട്ടാ ഇതിൽ ഏതാ ആദ്യം പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എൻ്റെയും പ്രശ്നം അതാണ്, ഇതിലിപ്പോൾ ഏതാ ആദ്യം പോകാമെന്ന് ആലോചിച്ചിട്ട് ഞാനും നിൽക്കണേന്ന്. അപ്പോൾ ഇവള് പറഞ്ഞു, ചേട്ടൻ ഒന്ന് ആ ഇൻഫർമേഷൻ കൗണ്ടറിൽ ഒന്ന് പോയി ചോദിക്കുമോ, അവിടെ നല്ല തിരക്കാവും, കുറേ ആണുങ്ങളുണ്ട്. ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാനും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. പോണ വഴിയിൽ ഞാൻ ഈ കൊച്ചും കൂടി അങ്ങനെ നടക്കുമ്പോൾ ഈ ഡ്രൈവറുടെ വേഷത്തിലുള്ള ഒരുത്തൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഡ്രൈവറാണെന്ന് നമുക്ക് കണ്ടറിയില്ല, അവരുടെ ആ നീല ഡ്രസ്സും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രോ ഇതിൽ ഏതാണ് ആദ്യം പോകാന്ന് ചോദിച്ചു. അപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താ അറിയും, നീ ഇവിടെ ഇരുന്ന് നോക്കുക, അപ്പം നിനക്ക് കാണാം അതിൽ ഏതാണ് ആദ്യം പോകാന്ന്. എന്താ ഫെസിലിറ്റി! ഞങ്ങൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അയാൾ പറഞ്ഞ ഡയലോഗാണ്, നീ ഇവിടെ ഇരുന്ന് നോക്കുക, അപ്പം നിനക്ക് കാണാം ഇതിൽ ഏതാണ് ആദ്യം പോകാന്ന്. എന്നിട്ട് പോണ വഴി അവിടെ പോയി ചോദിക്കടോ. ഈ സാധനം വിദേശത്ത് കിട്ടില്ല. നേരത്തെ ആൻഡ്രേനെ കണ്ടില്ലേ പാസ്പോർട്ട് പോയപ്പോൾ? അവിടുത്തെ ഇൻഫർമേഷൻ കൗണ്ടറിൽ പോയാണ്ടല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷെ ആൾക്കാർ കുറവാണ് അവിടെ, ഇത്ര പോപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ന്യായം. പക്ഷെ ദ വേ ദേ ആർ ബിഹേവിങ് ടു അതേഴ്സ്, അത് നമുക്ക് മാതൃകയാക്കേണ്ട സാധനം തന്നെയാണ്. 2-3 ആൾ വന്നാൽ അപ്പം തന്നെ ക്യൂ ഫോം ആവും അവിടെ. എവിടെ ചെന്നാലും, സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, ടാക്സി സ്റ്റാൻഡിലായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, ബസ് സ്റ്റേഷനിലായിക്കോട്ടെ, എയർപോർട്ടിലായിക്കോട്ടെ, 2-ൽ കൂടുതൽ ആൾ വന്നാൽ അപ്പം തന്നെ അതൊരു ക്യൂ ആയിട്ട് മാറും. ഇവിടെയോ? അപ്പം നമ്മൾ ഈ സംസ്കാരം ഉണ്ടെന്ന് പറയലേ ഉള്ളൂ.
പെരുമാറാൻ അറിയില്ല. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ആ ടയർ തട്ടുമ്പോഴേക്കും എണീക്കാനുള്ള പരിപാടികൾ തുടങ്ങും നമ്മുടെ ആളുകൾ. തുടങ്ങും. അതെ. അല്ലേ? അത് നിന്നു. അപ്പോഴേക്കും അവിടെ എയർ ഹോസ്റ്റസ് പറയും പ്ലീസ് പ്ലീസ് കീപ്, അല്ലേ, പ്ലീസ് കീപ് ഫാസൻ യുവർ സീറ്റ് ബെൽറ്റ്സ്, നിൽക്ക്. ഈ ഫ്ലൈറ്റ് അവിടെ വന്ന് നിന്ന് ഇത് കണക്ട് ചെയ്ത് എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് അവിടുന്ന് പെർമിഷൻ കിട്ടി, ക്യാപ്റ്റൻ ഇവിടുന്ന് അപ്രൂവൽ കൊടുത്ത്, എന്നിട്ട് ഇവിടുന്ന് ക്യാബിൻ ക്രൂ ഇവിടുന്ന് ഇത് ഓണാക്കി ഇത് തുറന്നിട്ടൊക്കെ വേണം പുറത്തേക്ക് പോകാൻ. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ പെട്ടി എടുത്തിട്ട് നിന്നിട്ട് പറിച്ചിട്ടുണ്ട്, ഇതെന്താ ഒരു പുറത്തേക്ക് വിടാത്തത്, ഇതെന്താ ഒരു പുറത്തേക്ക് വിടാത്തത്. നമുക്ക് എല്ലാറ്റിനും ധൃതിയാ, ക്ഷമയില്ല. മറ്റുള്ളവരുടെ കാര്യം ഏറ്റവും ദേഷ്യം വരെ എന്താ അറിയോ, നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവിടെ ഓരോരുത്തർ ബിഹേവിയർ ആണ്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഈ ബ്ലൂടൂത്ത് വെച്ച് പാട്ട് വെക്കുക. മറ്റുള്ളവന് അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ അതിനകത്ത് മരിച്ചിട്ട് ഒരു ആവശ്യത്തിന് പോകുന്ന ആളുണ്ടാവാം, ജോലി നഷ്ടപ്പെട്ടിട്ട് പോകുന്നവനുണ്ടാവാം, വിഷമിച്ചിട്ട് പോകുന്നവനുണ്ടാവാം. അവന് പാട്ട് കേൾക്കണമെന്ന് ഹെഡ്സെറ്റ് വെച്ച് കേട്ടൂടെ? അവിടെ പാട്ട് റംബാഹോയ്. അപ്പം മറ്റുള്ളവരെ എങ്ങനെ എന്തായാലും വിഷയമല്ല എന്നുള്ള രീതിയിലേക്ക് മാറി. നോ കെയറിങ്. മറ്റ് വിദേശത്തും അത് തന്നെയാണ്, കെയറിങ് ഇല്ല. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വഴി കൂടെ പോകുന്നവന്റെ എല്ലാത്തും കരുതി ഇടപെടും. എന്നാൽ ആരും കെയർ ചെയ്യൂല. ഇല്ല. അതെ. ഞാൻ ഒത്തിരി സീരിയസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് 5 തരം ലൈഫുണ്ട്. ഒരു മനുഷ്യന് അജിനും ഉണ്ട്, എനിക്കും ഉണ്ട്, ഈ ക്യാമറ ചെയ്യുന്ന ചേട്ടന്മാർക്കും ഉണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും 5 ലൈഫുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നാമത്തെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. അജിന്റെ ഇഷ്ടങ്ങൾ, പ്രവീൺ ചിറയത്തിന്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വൈഫിന്റെ ഇഷ്ടമാണെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എനിക്കിഷ്ടമുള്ള പല കറികളും അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമുള്ള പല കറികളും എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ അതെൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ മാത്രമാണ്. കറികൾ എന്ന് ഞാൻ ഉദാഹരണം വെച്ചാണ്. അത് ചിലപ്പോൾ സിനിമയായിരിക്കാം, സിനിമയുടെ ടേസ്റ്റ് ആയിരിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്നറിയോ? CID മൂസയാണ് ഏറ്റവും ഇഷ്ടമുള്ള. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഒരു ടെൻഷനും ഇല്ലാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ. അതിൽ ജഗതി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ നമുക്കറിയാലോ ഇപ്പൊ വരും ചാണകവണ്ടിന്ന്. ഏത് നാട്ടിലാ ചാണകവണ്ടി തുറന്നു വെച്ച് പോകുന്നു? പക്ഷെ ജഗതി ചാടുന്ന പാലത്തിന്റെ അടിയിലെ ചാണകവണ്ടി അങ്ങനെ വരുള്ളൂ. 12ാം നിലയുടെ മുകളിൽ നിന്ന് ഹരിശ്രീ അശോകൻ 2 ബെഡ് വെച്ച് താഴത്തോട്ട് ചാടിയപ്പോൾ ആരെങ്കിലും ടെൻഷൻ അടിച്ചോ? ഞാൻ സിനിമയെ കണ്ടിട്ടുള്ളത് എൻ്റെ ടെൻഷൻ റിലീഫ് ആക്കാനുള്ള ഒരു ഉപകരണം, അതിനെ ഞാൻ കാശ് മുടക്കും. ആ എന്നെയും പിടിച്ച എൻ്റെ വൈഫ് ദൃശ്യം സിനിമ കാണാൻ കൊണ്ടേക്കുന്നു. സിനിമ കഴിഞ്ഞ വഴിക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു, മേലാൽ ഈ വക പരിപാടിക്ക് എന്നെ വിളിച്ചാൽ. സിനിമ മോശമായിട്ടല്ല, ദൃശ്യം ഇസ് ടു ഗുഡ്. പക്ഷെ എന്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. അല്ല, 2 പെൺകുട്ടികളുടെ ഒരു തന്തയ്ക്ക് കാണാൻ പറ്റിയ പടമല്ല അത്. സിനിമ കഴിഞ്ഞ വഴിക്ക് ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചത്, നിന്റെ ക്ലാസ്സിൽ പൂച്ചക്കണ്ണന്മാരുണ്ടോന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു 2 എണ്ണം ഉണ്ട് എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് ടൂർ പോകാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു നടക്കൂല മോളെ, ടൂർ പോകാൻ സമ്മതിക്കൂല. അപ്പോൾ അവള് ചോദിച്ചാൽ എന്തേലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുരുവായൂർ പോലീസ് സ്റ്റേഷന്റെ പണി കഴിഞ്ഞു, ഇനി അവനെ തല്ലിക്കൊന്ന് ഞാൻ എവിടെ കുഴിച്ചിടും? എന്നെ കൊണ്ട് പറ്റൂല ടെൻഷൻ അടിക്കാൻ. അവസാനം കരച്ചിലായി പിരിച്ചിലായി. ഞാൻ പറഞ്ഞു പൊക്കോളൂ, പക്ഷെ 3 ദിവസം നീ കുളിക്കണ്ട, കാരണം ആ കുളിയുമെന്നാണ് ഈ പ്രശ്നം മുഴുവൻ അല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ആളാ ഞാൻ. എന്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് ഈ നായകനൊക്കെ ഇടി കിട്ടി അപ്പോൾ സങ്കടമാവും. കാരണം ഞാൻ അതായിട്ട് മാറും. മീൻസ് ഇപ്പൊ നമ്മളൊരു പല്ലു അർജുനെ പിടിച്ചിട്ട് എല്ലാവരും കൂടി ഇടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താ സംഭവം, നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അങ്ങോട്ട് വീണു പോകും. കാരണം ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഞാനൊരു പാവമാണ്. എനിക്കിതിൻ്റെ ആംഗിള്, ക്യാമറ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ സിനിമയ്ക്ക് പോകുമ്പോൾ ഡയറക്ടർ ആരാണ്, ക്യാമറ ആരാണ്, എഡിറ്റർ ആരാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് പോവുക. ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. അത് ഇടിയാണെങ്കിൽ പിന്നെ പെരുന്നാൾ ഇടിയായിരിക്കണം, അല്ലാതെ കണകുണ ഇടിയൊന്നും പറ്റൂല. തമാശയാണെങ്കിൽ നല്ല പോലെ ഇരുന്ന് ചിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ചില സാധനങ്ങൾ വരുമല്ലോ, എല്ലാവരും കാണണം, അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂല എന്ന് പറയുന്ന പോലത്തെ ചില സൂപ്പർ ഹിറ്റ്സുകൾ വരുമ്പോൾ അത് പോയി കാണാറുണ്ട്. അതല്ലാത്ത സിനിമകളൊന്നും നമുക്കോ ടെൻഷനാണ്, ആ ടെൻഷൻ കൂട്ടുന്ന സിനിമ ഞാൻ എന്തിനാ പോയി കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഫിലോസഫി. അല്ലേ, CID മൂസയാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ചിരിക്കാം. പക്ഷെ അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ 80s കിഡ്സിന് ആ സാധനം ഓക്കെയാണ്. പക്ഷെ അതുപോലൊരു തമാശകളൊന്നും ഇന്നില്ല കേട്ടോ. 100%. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. സലീം കുമാറിന്റെ എന്തോ ഒരു ഇന്റർവ്യൂ വളരെ ഫേമസ് ആയല്ലോ, അയാളത് പറയുന്നുണ്ടല്ലോ, ഫുൾ
തമാശയായിട്ടുള്ള അതായത് ഇന്ന് തന്തവൈബ് എന്ന് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് തന്നെ പറഞ്ഞ തുടങ്ങുന്നത്. ഇപ്പൊ തന്തവൈബ് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്തവൈബ് ഉണ്ട്. ബിക്കോസ് ഐ എം എ പ്രൗഡ് തന്ത ഓഫ് 2 girls. അപ്പൊ എനിക്ക് തന്തവൈബ് ഉണ്ടാവൂലേ? അപ്പൊ ഇതില് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ ഇല്ലേ? അതെ. എന്തിനാ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു സാധനമാണ്, ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന് വേണ്ടത്ര സ്ഥാനം കിട്ടിയില്ല, പ്രസൻസ് കിട്ടിയില്ല. അപ്പൊ അതിന്റെ താഴെ ഒരുത്തൻ കമന്റ് ഇട്ടേക്കാം, നീ പോയിട്ട് നരസിംഹം സിനിമ കാണാൻ, അതിൽ ഫുള്ള് മോഹൻലാലാണ്. സത്യമല്ലേ? അതിന്റെ ഡയറക്ടർ എന്താ പൊട്ടനാ? അയാളുടെ ഇഷ്ടത്തിന് അയാളൊരു പടം പിടിച്ചു, നീ സൗകര്യം പോയി കണ്ടാൽ മതി. അപ്പോഴേക്കും അതിന് 150 രൂപ കൊടുത്ത ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് അവൻ എന്തിനൊക്കെ റിവ്യൂ ഇടണം? അതെ. 100 രൂപ കൊടുത്തിട്ട് വാങ്ങിയ തക്കാളിയാണോ കറക്റ്റ് തക്കാളി? നമ്മൾ വാങ്ങിയ പലചരക്ക് സാധനങ്ങളിൽ എത്ര മായമുണ്ട്? ഇതിനൊക്കെ അവൻ പ്രതികരിച്ചോ? അപ്പൊ കസ്റ്റമറുടെ ഇഷ്ടത്തിനെ സപ്പോർട്ട് ചെയ്യണതൊന്നും അല്ല ഈ റിവ്യൂസ്. അല്ല, സത്യം. റിവ്യൂ ഇടുന്നത് എന്തിനാ? ആ റിവ്യൂ ഫേമസ് ആവണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം, ഇടുന്ന കമന്റ് 10 പേര് കാണണം. അത് ഇത്തിരി നെഗറ്റീവ് ഉണ്ടെങ്കിൽ പൊളിക്കും, അത് മതി. എനിക്ക് ആദ്യമൊക്കെ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമിലും വലിയ ശല്യമില്ല, ഫേസ്ബുക്കിലും കമന്റ് ബോക്സ് പൊന്നോ വെറുതെ ആവശ്യമായിട്ടൊക്കെ നമ്മളെ തെറി വിളിച്ച് കളയും. ഒരാളെയും വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാറില്ല. വേദനിപ്പിക്കാത്ത, മതത്തിന്റെ പേരിൽ ഒന്നും വേദനിപ്പിക്കാത്ത, മതമോ പൊളിറ്റിക്സോ ഒന്നും ഞാൻ പറയാറില്ല എന്റെ ടോക്കുകളിൽ. അത് പറയാതെ പോലും തെറി വരും ഇഷ്ടം പോലെ. അപ്പൊ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. വിഷമിക്കില്ല, തെറികൾ വേണം. അപ്പം ഇപ്പൊ അടുത്ത കാലം ഞാൻ മനസ്സിലാക്കിയത് എന്താ അറിയോ, ഇതൊക്കെ നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ എഴുതി പോകുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ വൈഫിന് ഇങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. വൈഫിന് എന്തിനാ ഇങ്ങനെ ആളുകൾ തെറി വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ പറയുന്നത് എന്താ അറിയോ, നമ്മളെപ്പോഴാ റീൽസ് കാണാനിരിക്കുക? രാത്രി. ഒന്ന് ഞാൻ എൻ്റെ വൈഫായിട്ട് തല്ലുകൂടിയിട്ടിരിക്കുമ്പോൾ, എൻ്റെ വൈഫിനായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയിരിക്കുമ്പോൾ ഞാൻ പോടുന്നു പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കളിക്കായിരിക്കും. ആ നേരത്തെ എൻ്റെ മൂഡ് ശരിയായിരിക്കില്ല. ആ നേരത്തായിരിക്കും അജിൻ്റെ വീഡിയോ കാണുന്നത്, ഏതവൻ പോടുന്നു അല്ലേ? അപ്പം എനിക്ക് നിങ്ങളുടെ ദേഷ്യമാണ്. അതേസമയത്ത് ഞാൻ നല്ല മൂഡിലിരിക്കുകയാണെങ്കിൽ അപ്പോഴും ചിലപ്പോൾ ഞാൻ ഈ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അജിനെ കാണും, ഈ പയ്യൻ കുഴപ്പമില്ലല്ലോ, ഒരു ലൈക്ക്, ഒരേ വീഡിയോ ആണ് അല്ലേ? അപ്പം നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും. ചില സിനിമകൾ നമ്മൾ ആദ്യം കണ്ടിട്ട് ഇഷ്ടമാവാതെ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ചില പാട്ടുകൾ ആദ്യം കേട്ടിട്ട് പിന്നെ നമ്മൾ കേട്ടപ്പോൾ ഈ പാട്ട് കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? അപ്പം ആ പാട്ട് പിന്നെ എന്താ റീഎഡിറ്റ് ചെയ്തോ അവർ? ഇല്ലല്ലോ, നമ്മുടെ മൂഡല്ലേ മാറിയത്. അപ്പം നമുക്ക് മനസ്സിലാക്കുക, ചിലർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു. എൻ്റെ വീഡിയോയിൽ എപ്പോഴും കമന്റ് ഇടുന്ന ഒരുത്തനുണ്ട്, നവാസ് എന്നാളുടെ പേര്. നമസ്കാരം. എന്ത് വീഡിയോ ഇട്ടാലും നവാസ് പറയും ഒത്തില്ല. നവാസ് ഒത്തില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ 3 മില്യൺ അടിച്ചു. അപ്പൊ ഞാനൊരു ടോക്കിൽ ഞാൻ പറഞ്ഞു, പിന്നെ നവാസിന് അത് വിഷമാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് എടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രം. അപ്പൊ ഇന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നവാസ് ചിലതൊക്കെ ഒക്കാറുണ്ടടാ അല്ലെ? അപ്പൊ അവൻ ഒത്തില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു പഴയ ജോക്ക് പറഞ്ഞത് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടൊരു ജോക്കാണ്, ടീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ജോക്കാണ്. ആ ജോക്ക് പറഞ്ഞപ്പം അതിനകത്ത് ഒരുത്തൻ കമന്റ് എഴുതി, ഇതൊക്കെ പഴയ തമാശയാണെന്ന്. ആ ജോക്ക് ഇവിടെ ഒന്ന് പറയാമോ? അത് എല്ലാവരും കേട്ടിട്ടില്ലായിരിക്കും. നമ്മൾ ലൈക്ക് DO ഇത് ഇൻസ്പെക്ഷൻ വരുമല്ലോ സ്കൂളിൽ കുട്ടികളുടെ അടുത്ത്. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് കുട്ടികൾ വരുമ്പോഴേക്കും ടീച്ചർമാരിങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുമല്ലോ, നാളെ AO വരും, DO ആരാണെങ്കിൽ അവർ വരും, ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഡ്രസ്സ് ഫുൾ യൂണിഫോം ആവണം, അങ്ങനെ ആവണം, മാന്യമായിട്ട് പെരുമാറണം. അവരിങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ ശരി ഉത്തരമായിരിക്കും പറയുന്നുണ്ടാവുക, ചിലപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോച്ചിങ് കൂടുതലായിരുന്നു. പിറ്റേ ദിവസം ഇവർ വന്നു, ഇൻസ്പെക്ഷന് വന്നു. ഇവർ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബോർഡിൽ എഴുതി ഇലക്ട്രിസിറ്റി എന്ന് എഴുതി. കൊച്ചിനോട് പറഞ്ഞു ഇതൊന്ന് വായിച്ചേന്ന് പറഞ്ഞു. ഒരുത്തനെ എനിക്കെന്ന് പറഞ്ഞു ഇലക്ട്രിക് കിറ്റി എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇലക്ട്രിക് കിറ്റി എങ്ങനെ ചോദിച്ചാലും എനിക്കറിയാം ഇത് ഇലക്ട്രിക് കിറ്റി ആണെന്നുള്ള രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. തൊട്ടടുത്തവനോട് ചോദിച്ചു, അവനും പറഞ്ഞ ഇലക്ട്രിക് കിറ്റി, അവനും പറഞ്ഞ ഇലക്ട്രിക് കിറ്റി. ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഇലക്ട്രിക് കിറ്റി. പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ പെൺകുട്ടികളും പറഞ്ഞ ഇലക്ട്രിക് കിറ്റി. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ വന്ന ആൾ ടീച്ചറോട് ചോദിച്ചു, എന്താ ടീച്ചറെ കുട്ടികൾ മുഴുവൻ ഇലക്ട്രിക് കിറ്റി എന്നാണല്ലോ വായിക്കണേന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ചെറിയ മക്കളല്ലേ, അതിനുള്ള കപ്പാക്കിറ്റി അല്ലേ അവറ്റങ്ങൾക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു, ഹേയ് ഇതെന്താ കപ്പാക്കിറ്റി? ഇയാൾക്ക് ദേഷ്യം വന്ന് കൊച്ചുങ്ങളെയും ടീച്ചറെയും വിളിച്ച് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ പോയി. പ്രിൻസിപ്പളിനോട് ചോദിച്ചു, എന്താണോ ഇവിടെ നടക്കുന്നത്? കൊച്ചുങ്ങളൊക്കെ ഇലക്ട്രിക് കിറ്റി, ടീച്ചർമാരൊക്കെ കപ്പാക്കിറ്റി. അപ്പോൾ പ്രിൻസിപ്പൾ കൈ തൊഴുതിട്ട് പറഞ്ഞു, സാർ ഇതിന് പുറത്ത് പറഞ്ഞൊരു പബ്ലിക് കിറ്റി ആക്കരുത്. അപ്പോൾ ഈ
ഈ സാധനമാണ് ഞാൻ അവിടെ അടിച്ചത്. അതൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ നല്ല വൈറലായിരുന്നു കേട്ടോ ഈ ക്ലിപ്പിംഗ്. അതൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. അതില് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ടീച്ചേഴ്സിന് ഒരു തെറ്റ് പറ്റിയാൽ അത് കുട്ടികൾക്കും അല്ലേ, അതായിരുന്നു കണ്ടന്റ്. പിന്നെ ഇതൊന്ന് സൂത്തിങ് ഒരു ഒന്ന് ടീച്ചർമാരൊക്കെ ഒന്ന് ചിരിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട വിറ്റാണ്. ഇവനാണ് എഴുതിയില്ലേ, ഇതൊരു പഴയ വിറ്റാണ്, ഇത് ഓൾഡ് വിറ്റാണ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം. ഞാൻ തിരിച്ചതിന് കമന്റ് ഇട്ട് കൊടുത്തു, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. അപ്പൊ അവൻ തിരിച്ച് ഇങ്ങോട്ടൊരു കമന്റ് ഇട്ടു, ഇത് ഗോൾഡ് അല്ലല്ലോ, ഇത് ചെമ്പല്ലേ. അവന്റെ പേര് അറിയാവോ? ആ വീഡിയോ ആണ് ഒറ്റ ദിവസം കൊണ്ട് മില്യൺ അടിച്ചത്. അപ്പൊ എനിക്ക് അവനെ കണ്ടാ പറയണമെന്നുണ്ട്, മോനെ അത് ഗോൾഡ് തന്നെയാടാ എന്നെ സംബന്ധിച്ചിടത്തോളം. പറഞ്ഞു എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണേ. അയാള് ചിലപ്പോ അയാളുടെ ഭാര്യയായിട്ടോ മക്കളായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിരിക്കുന്ന സമയത്തായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. ഇപ്പൊ സംസാരിച്ച പറയുകയുണ്ടായല്ലോ, വൈഫ് ഈ കമന്റ് കണ്ടപ്പോ ചോദിച്ചു എന്തിനാ ഇത്രയും തെറിവിളി, എന്ത് ചെയ്തിട്ടാണ്. ഇന്ന് എന്റെ അടുത്തോട്ട് ഇന്റർവ്യൂ വരുന്നതെന്ന് പറഞ്ഞപ്പോ ഈ വൈഫ് എന്തോ പറഞ്ഞു, അയ്യോ നിങ്ങളെ പറ്റി ഫുള്ള് നെഗറ്റീവാ പറഞ്ഞു. അതെനിക്ക് സന്തോഷമേ, നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കേട്ടോ. വേറെ ആൾക്കാരാണെങ്കിൽ കാര്യമായിട്ട് ഞാൻ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചപ്പം എൻ്റെ അടുത്ത് 2-3 ആളുകൾ പറഞ്ഞു, എടാ അവന്റെ അടുത്ത് പോകുമ്പോ സൂക്ഷിക്കണേ, അവൻ പണി തരുവായി തന്നു. ഞാൻ ചോദിച്ചു എന്ത് പണിയാ തരുവാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആളുടെ വീഡിയോസ് ഒക്കെ നീ ഒന്ന് എടുത്ത് നോക്കി നോക്ക്. അന്ന് ഞാൻ അയാളുടെ അടുത്ത് തിരിച്ചു പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ ബ്രദർ ഇൻ ലോ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ വേറെയും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നുഭായി ഇത് ലൈവ് ഷോ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞ ആളും അയാളും അത് തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മളെന്താ സംസാരിക്കണേന്ന് നമ്മൾ നോക്കിക്കണ്ട് സംസാരിച്ചാൽ പോരെ. പിന്നെ ഞാൻ എന്തിനാ ഇന്ന് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഗൂഗിളിൽ അജിൻ എന്നടിക്കുമ്പോഴേക്കും താങ്കളുടെ ഫോട്ടോ വരുന്നുണ്ട്, അല്ലേ? താങ്കൾ ചെയ്യുന്ന പണിയിൽ താങ്കൾ കറക്റ്റ് ട്രാക്ക് കൂടെയാണ് പോകുന്നത്. പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരെയും ഇഷ്ടപ്പെടുത്താൻ വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഷാറൂഖ് ഖാന്റെ വീഡിയോക്ക് ഹേറ്റേഴ്സ് ഉണ്ട്, അംബാനിക്ക് ഹേറ്റേഴ്സ് ഉണ്ട്, അദാനിക്ക് ഹേറ്റേഴ്സ് ഉണ്ട്, നരേന്ദ്രമോദിക്ക് ഹേറ്റേഴ്സ് ഉണ്ട്, പിണറായി വിജയന് ഹേറ്റേഴ്സ് ഉണ്ട്, ഉമ്മൻചാണ്ടിക്ക് ഹേറ്റേഴ്സ് ഉണ്ട്. പിന്നെയാണോ ഒരു പ്രവീണും ഒരു അജിനും? സത്യം. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മതി. ഏതായാലും വൈഫിനോടൊക്കെ പോയി തിരക്കിന്ന് പറയാം. ഡെഫിനറ്റ്ലി അവളോട് ഞാൻ പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച അത്ര ഭീകരനല്ല താങ്കൾ.